ഹായ്, ഐ എം ആതിര ബാലൻ. വെൽക്കം ടു അവർ ഷോ. അപ്പോൾ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കീർത്തന ശ്രീകുമാറാണ്. ഹായ് കീർത്തന. ഹായ്. ഹാപ്പി ആണോ? ഹാപ്പി ആണ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം, സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഓണം ആയതുകൊണ്ട് നമുക്ക് ഓണത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. കീർത്തനയുടെ ഒരു ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഓണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും പറയാനുണ്ടാവുക? മെമ്മറബിൾ ആയിട്ടുള്ള ഓണം ചൈൽഡ്ഹുഡ് ഓണം മെമ്മറീസ് ആയിരിക്കും. പണ്ട് പൂക്കളിടുന്നതും പിന്നെ ഓണസദ്യ, എല്ലാവരും വീട്ടിലേക്ക് വരുന്നു, അതൊക്കെയാണ് എപ്പോഴും മെമ്മറബിൾ ആയിട്ടുള്ള ഓണം മെമ്മറീസ് അതാണ്. ഇത്തവണ ഓണത്തിന് എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ട്? ഇത്തവണ പഴയ പോലെ ഒന്നുമില്ല. ഇപ്പോൾ വീട്ടിൽ എപ്പോഴും ഇല്ലാത്തതുകൊണ്ട് പൂക്കളം ഇടുക, ഫാമിലിയുടെ ഒപ്പം ഇരിക്കുക, അങ്ങനെ പഴയ പോലെ ഇല്ല. പക്ഷെ ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓണത്തിൻ്റെ സമയത്ത് എന്തായാലും വീട്ടിലായിരിക്കും, ചെറിയ രീതിയിൽ സദ്യ ഉണ്ടാവും. പക്ഷെ ഇപ്പോൾ എല്ലാവരും തിരക്കായതുകൊണ്ട് റിലേറ്റീവ്സൊക്കെ വരിക, അങ്ങനത്തെ പഴയ ഒരു ഓണമില്ല. കീർത്തന ഇപ്പോൾ മീഡിയ ഫീൽഡിൽ അല്ലെങ്കിൽ ഫിലിമിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ഫിലിമിൽ വന്നതിന് ശേഷവും വരുന്നതിന് മുമ്പുമുള്ള ഒരു ഓണമൊക്കെ എങ്ങനെയായിരുന്നു? സിനിമയിലേക്ക് വന്നതിന് ശേഷം ഇപ്പോൾ കുറേ ഓണം പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവും. പിന്നെ കുറേ ഫ്രണ്ട്സിനെ കിട്ടി. അപ്പോൾ പല ഓണം സെലിബ്രേഷൻസ് ഉണ്ടാവും, അവരൊക്കെ വിളിക്കും. അവരുടെ പ്രോഗ്രാംസ് ഒക്കെ നടക്കുമ്പോൾ പഴയ ഓണം എന്ന് പറയുമ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ പൂക്കളം ഇടും, വീട്ടിലായിരിക്കും ഫുൾ. ഇപ്പോൾ രാവിലെ സ്കൂളിലൊക്കെ പോകുന്നതിന് മുന്നേ രാവിലെ എണീറ്റ് കുളിച്ച് പൂക്കളം ഇടുക, പൂ പറിക്കാൻ പോവുക, അങ്ങനത്തെ ഒരു ഡിഫറൻസ് ആണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഓണം ടോപ്പിക്കിൽ നിന്നൊക്കെ മാറിയിട്ട് പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യനിലേക്കൊക്കെ വരാം. അപ്പോൾ കീർത്തന എങ്ങനെയാണ് ഈ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്? ആക്ടിങ് എനിക്ക് ചെറുതിലേ തൊട്ട് ഇഷ്ടമുണ്ടായിരുന്നു. പിന്നെ അത് എങ്ങനെ അതിലേക്ക് വരണം എന്നൊന്നും അറിയില്ല. ഓഡീഷൻസൊക്കെ ഓക്കെ, പക്ഷേ അത് ചെയ്യാനുള്ളൊരു ധൈര്യമൊന്നും ആദ്യം ഉണ്ടായില്ല. പിന്നെ പ്രാക്ടീസ് ചെയ്തു. ആൻഡ് ഓഡീഷൻ തന്നെ ഞാൻ അറ്റൻഡ് ചെയ്തായിരുന്നു. എൻ്റെ ഫസ്റ്റ് മൂവി അതെനിക്ക് ഓഡീഷൻ വഴിയാണ് കിട്ടിയത്. അപ്പോൾ അങ്ങനെ ഓഡീഷൻ ചെയ്തൊരു ധൈര്യം കിട്ടി. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വന്നത്. അപ്പോൾ ഫസ്റ്റ് മൂവിയുടെ പറഞ്ഞിരുന്നു മുമ്പ് അതിനുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഉള്ള ആളല്ല. അപ്പോൾ ആദ്യമായിട്ട് ഒരു മൂവി സെറ്റിലൊക്കെ വരുമ്പോൾ എങ്ങനെയായിരുന്നു? ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? പുതിയ പുതിയ ആൾക്കാരാണ്, പുതിയ പുതിയ സ്ഥലങ്ങളാണ്. ഓഫ് കോഴ്സ് ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഇത്രയും വർഷം സിനിമ ആഗ്രഹിച്ചിരുന്നിട്ട് നമുക്ക് കിട്ടുമ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റും പിന്നെ അത് ഫസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കൂടെയുള്ള എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്തു. അവർ എങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടത്, ആ ഒരു ക്യാരക്ടർ എങ്ങനെ എടുക്കേണ്ടത്, അതെല്ലാം പറഞ്ഞു തന്നായിരുന്നു. പിന്നെ ഫസ്റ്റ് ടൈം ക്യാമറ കാണുന്നു, ക്യാമറയുടെ മുന്നിൽ എങ്ങനെയാണ് നിൽക്കുന്നത്. അതിന് മുന്നേ സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു സിനിമ ക്യാമറ, ആ ഒരു വലിയ ക്യാമറയൊക്കെ കാണും, എങ്ങനെ എനിക്ക് എൻ്റെ ഫസ്റ്റ് ഷോട്ടിൽ എനിക്ക് നേരെ നടക്കാൻ പോലും പറ്റില്ലായിരുന്നു, ടെൻഷൻ കാരണം. അപ്പോൾ അങ്ങനെ ചെയ്തു വന്നതാണ്. ഫിലിമിലേക്ക് വരുന്നതിന് മുമ്പ് ഇൻഫ്ലുവൻസർ ആയിരുന്നു, അതിനുശേഷം യൂട്യൂബ് സീരീസ് ഒക്കെ ചെയ്തു, അതിനുശേഷമാണ് ഫിലിമിലേക്ക് എൻ്റർ ആയത്. അപ്പോൾ എങ്ങനെയായിരുന്നു? ഇപ്പോൾ പറഞ്ഞിരുന്നു ആക്ടിങ് ഇഷ്ടമുണ്ടായിരുന്നു, എങ്ങനെ തുടങ്ങണം എന്നറിയത്തില്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരാലോചന വന്ന് അങ്ങനെ ഇൻഫ്ലുവൻസറായി, അങ്ങനെയൊക്കെ ആണോ ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നത്? സിനിമ എനിക്ക് ചെറുതിലെ തൊട്ട് ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു സമയത്ത് എൻ്റെ മുന്നിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാം ആയിരുന്നു ഉണ്ടായിരുന്നത്. എനിക്ക് ഫോട്ടോസ് എടുക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ആ ടൈമിൽ എൻ്റെ ഫ്രണ്ട് എനിക്ക് കുറേ ഫോട്ടോസ് എടുത്ത് തരുമായിരുന്നു. അപ്പോൾ ഞാൻ കുറേ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടായി. അതായിരുന്നു എനിക്ക് ചെയ്യാൻ പറ്റിയത്. അതിനുശേഷമാണ് എൻ്റെ ഫസ്റ്റ് മൂവി സീരീസ് അതിനുശേഷം ചെയ്തത്. അവരെന്നെ കോണ്ടാക്ട് ചെയ്തു, സീരീസ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. അങ്ങനെ സീരീസ് ചെയ്തു. പാരലി ആ ടൈമിൽ ഞാൻ സിനിമയും ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഓഡിഷൻ വഴി സിനിമ കിട്ടി. പാരലി രണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സീരീസ് വള്ളി എന്ന് പറഞ്ഞിട്ടുള്ള സീരീസ് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ ഒരു ടീമിൻ്റെ കൂടെ ത്രൂ ഔട്ട് കുറേ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര ഹിറ്റായിരുന്നു. അപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് ചെയ്ത് വെക്കുന്നത് ഇമോഷണൽ ഫൂൾ എന്ന് പറഞ്ഞിട്ടൊരു ഹിന്ദി ഒരു സോങ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ആദ്യം ലാംഗ്വേജ് ഒക്കെ മാറി ഒക്കെ പുതിയ പുതിയ പരീക്ഷണങ്ങളിലേക്കൊക്കെ കീർത്തനം പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ആ ഒരു ജേർണിയെ സ്വയം വിലയിരുത്തുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ജേർണിയെ പറയാൻ ആഗ്രഹിക്കുന്നത്? ഇമോഷണൽ ഫൂള് പ്ലാൻഡ് ആയിരുന്നില്ല. ഞാൻ പെട്ടെന്ന് വന്നൊരു വർക്കായിരുന്നു. അതിൽ ഡയറക്ടർ ജോമിൻ ചേട്ടൻ എന്നെ കോണ്ടാക്ട് ചെയ്തു, സോങ് അയച്ചു തന്നു. ഒരു ഹിന്ദി സോങ് ആയിരുന്നു. കേട്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു, ഓക്കെ ചെയ്യാം എന്ന് പറഞ്ഞു. പക്ഷേ അതിൻ്റെ റിലീസ് മുംബൈയിൽ വെച്ചിട്ടായിരുന്നു. സൊഹേൽ സെൻ എന്ന് പറഞ്ഞിട്ടൊരു സിംഗറായിരുന്നു പാടിയത്. ആൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുന്ന വർക്കായിരുന്നു. ആളൊരു 5-6 സോങ്സ് റിലീസ് ഉണ്ടായി. അതെല്ലാം മുംബൈ വെച്ചിട്ടായിരുന്നു. അതും എനിക്ക് ഭയങ്കര സർപ്രൈസായി പോയായിരുന്നു. കാരണം ക്രൂ എല്ലാവരും മലയാളീസാണ്, പക്ഷെ അവർ മുംബൈ ബേസ്ഡ് ആയിരുന്നു. ഇവിടെ ലൊക്കേഷനൊക്കെ ഇവിടെ കൊച്ചി തന്നെയായിരുന്നു.
ദെൻ റിലീസൊക്കെ ആയപ്പോൾ ഫുൾ അവിടുത്തെ പ്രോഗ്രാംസ്, അത് ഒരു മ്യൂസിക് വീഡിയോ തന്നെ അങ്ങനെ ഒരു ലോഞ്ച്, കുറേ ആൾക്കാർ ഇൻവൈറ്റ് ചെയ്ത് ഞാൻ ഇവിടെ ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല. ഇപ്പം മൂവി റിലീസായാൽ പോലും അത്രയും വലിയ പ്രോഗ്രാമൊന്നും ഞാനിവിടെ കണ്ടിട്ടില്ല. അപ്പോൾ അവരൊരു വർക്കിന് എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടെന്നൊക്കെ എനിക്ക് മനസ്സിലായത് അവിടെ പോയിട്ടായിരുന്നു. കാരണം അവരുടെ ക്രൂ എല്ലാവരും ആ ഒരു വർക്കിന് കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ ഞാൻ മുംബൈ പോയിട്ടായിരുന്നു ഞാൻ കണ്ടത്. നമ്മളിപ്പോൾ ഈ മീഡിയ ഫീൽഡ് അല്ലെങ്കിൽ ഫിലിം ഇൻഡസ്ട്രിയിലൊക്കെ നിൽക്കുന്ന സമയത്ത് പുറമേ നിന്ന് നമുക്കൊരു വ്യൂ ഉണ്ടായിരിക്കും. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് എൻ്റർ ആയി കഴിയുമ്പോഴായിരിക്കും കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായിട്ട് വരിക. അങ്ങനെ കീർത്തനയ്ക്ക് സർപ്രൈസിങ് ആയി തോന്നിയ അല്ലെങ്കിൽ മുമ്പ് വിചാരിച്ച് വെച്ചിരുന്ന ഒരു കാര്യം ഇതിലേക്ക് വന്നപ്പോൾ ഓ ഇതിങ്ങനെ ആയിരുന്നു, ഞാൻ വിചാരിച്ച പോലെ ഒന്നും അല്ല എന്ന് തോന്നി കുറച്ച് സർപ്രൈസിങ് ആയി തോന്നിയ എന്തെങ്കിലും ഒരു കാര്യമുണ്ട്? സിനിമയിലേക്ക് പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല. സിനിമയിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു ആക്ടിങ്ങിൻ്റെ ആയാലും എല്ലാവരോടും ബിഹേവ് ചെയ്യുന്നതൊക്കെ ആയാലും എല്ലാം ഞാൻ പഠിച്ചത് സിനിമയിലേക്ക് വന്നിട്ടാണ്. ആക്ടിങ് ആയാലും പുറത്തുനിന്ന് നോക്കണ പോലെ അത്ര ഈസി അല്ല. ഇപ്പോൾ ഒരു ക്യാരക്ടറിലേക്ക് ഉൾക്കൊള്ളുക, അത് കട്ട് പറഞ്ഞ ബാക്ക് ടു റിയാലിറ്റി, അതെല്ലാം ഞാൻ സിനിമയിലേക്ക് വന്നിട്ട് പഠിച്ചതാണ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ വിചാരിക്കുന്നു ഓക്കെ ഈസിയാണെന്നാണ്. പിന്നെ ഞാൻ കണ്ടിട്ടുള്ളതാണ് ഇപ്പോൾ ചില ചാനൽസൊക്കെ യൂട്യൂബ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഷോർട്സൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ പണ്ട് സിനിമയിലേക്ക് വന്നതിന് മുന്നേ ആണെങ്കിൽ എന്തെങ്കിലും കണ്ടന്റ് ഇത് നിങ്ങൾ കണ്ടാൽ ഞെട്ടും അല്ലെങ്കിൽ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അങ്ങനത്തെയൊക്കെ കാണുമ്പോൾ പണ്ട് ഞാൻ എടുത്ത് നോക്കും. ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എന്താ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അറിയാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സിനിമയിലേക്ക് വന്നതിന് ശേഷം എനിക്കറിയാം അത് ഒരു കാര്യമില്ല, വെറുതെ കണ്ടന്റിന് വേണ്ടി ഇടുന്നതാണ്. അതിന് ഒട്ടും വാല്യൂ ഇല്ലാത്ത വീഡിയോസാണ് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അത് എടുത്ത് നോക്കാൻ തന്നെ തോന്നത്തില്ല. ഇപ്പോൾ എൻ്റെ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് എന്തെങ്കിലും വീഡിയോ ഇൻസ്റ്റാഗ്രാം ഷോർട്സൊക്കെ കാണുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പറയൂ കമൻറ്റ്സ് ഇങ്ങനെയൊക്കെ വന്നു എന്ന്. അപ്പോൾ പണ്ട് ഞാൻ ചിന്തിക്കുമ്പോൾ ഇങ്ങനെ വന്നാൽ എനിക്ക് ടെൻഷൻ ആവുമായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ നോർമലി ബിഹേവ് ചെയ്യുന്നതായിരിക്കും, പക്ഷെ അത് വേറെ രീതിയിൽ ഇവർ ചെയ്യും. അപ്പോൾ ഞാൻ പറയാം അത് വിട്ടുകള കാര്യമില്ല. ഇപ്പോൾ സിനിമയിലേക്ക് വന്നപ്പോഴേ നമുക്കത് മനസ്സിലാവുക അതിനൊന്നും ഒരു കാര്യമില്ല എന്നുള്ളതൊക്കെ ആ ഒരു ഡിഫറൻസ് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന കാര്യങ്ങളോടൊക്കെ വളരെ ലൈറ്റായിട്ട് പ്രതികരിക്കുന്ന ഒരാളാണല്ലേ? അതെ, കാരണം ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ പണ്ടാണെങ്കിൽ അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ വേറെ എന്തെങ്കിലും വീഡിയോ ഒക്കെ വന്ന് എന്താണെന്ന് അറിയാൻ എടുത്തു നോക്കാമെന്ന്. പക്ഷെ ഇപ്പം മനസ്സിലായി അതിലൊന്നും ഒരു കാര്യമില്ല. വേറെ നമ്മൾ ചിലപ്പോൾ നോർമലി ബിഹേവ് ചെയ്യുന്നതായിരിക്കും, പക്ഷെ അത് വളച്ചൊടിച്ച് വേറെ രീതിയിൽ കമൻറ്റിലൂടെയും ക്യാപ്ഷനിലൂടെയും വരുന്ന കുറേ വീഡിയോസും അതൊക്കെ ഉണ്ടാവാറ്. മമ്മൂക്കയോടൊപ്പം ക്രിസ്റ്റഫർ എന്ന് പറഞ്ഞിട്ട് ഒരു മൂവി ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കുക എന്നുള്ളത് ഞാൻ എൻ്റെ എക്സ്ട്രീമിലേക്ക് പോയുള്ളൊരു ഡ്രീംസൊക്കെ ആയിരിക്കും അത്. പക്ഷെ അത് ഇത്രയും ഒരു തുടക്കം സ്റ്റാർട്ടിങ് തന്നെ കിട്ടുമോയെന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചത് നല്ലതായിരുന്നു. കാരണം മമ്മൂക്ക ആയാലും ഭയങ്കര ഹെൽപ്പ് ചെയ്യും. ഡയലോഗ്സൊക്കെ ആണെങ്കിൽ പറഞ്ഞു തരും, ഓക്കെ അത് നീ പറയുന്നിട്ട് ഞാൻ പറയാം, അങ്ങനെയൊക്കെ പറഞ്ഞു തരുമായിരുന്നു. പിന്നെ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം മമ്മൂക്ക അടുത്ത് വന്ന് നിൽക്കുമ്പോൾ ഡയലോഗ്സ് മറക്കുമോ എന്നൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ടെൻഷൻ ഉണ്ടായി. അപ്പോൾ എങ്ങനെയും ഡയലോഗ് മറക്കാതെ കറക്റ്റായിട്ട് പറയണം എന്നൊക്കെ ആയിരുന്നു. പക്ഷേ ആ ഒരു പോയിന്റിൽ നമുക്ക് കറക്റ്റായിട്ടൊരു ക്യാരക്ടർ കിട്ടും. അത് മമ്മൂക്ക തന്നെ ആയാലും അങ്ങനെയാണ്. സെറ്റിൽ എല്ലാവരും നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ കൂടെ ഉദയകൃഷ്ണൻ സാറിൻ്റെ ഒക്കെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. പിന്നെ എൻ്റെ അമ്മയായിട്ട് ചെയ്ത രമ്യ സുരേഷ് ചേച്ചി ആയാലും നന്നായി ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ആളും കുറേ മൂവീസൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ക്രിസ്റ്റഫർ എൻ്റെ ഒരു ലക്കി വർക്കായിരുന്നു. അതുപോലെ തന്നെ ഇന്നെന്ന് പറഞ്ഞിട്ടൊരു മൂവിയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എങ്ങനെയായിരുന്നു? അപ്പോൾ ആ ഒരു ഈ സീനിയർ ആർട്ടിസ്റ്റുകളുടെയൊക്കെ കൂടെ അഭിനയിക്കുമ്പോൾ ഒരു തുടക്കക്കാരി എന്ന നിലയ്ക്ക് കീർത്തന എങ്ങനെയാണ് ആ ഒരു അച്ചീവ്മെൻറ്റിനെയൊക്കെ കാണുന്നത്? എൻ്റെ 3rd മൂവിയായിരുന്നു ഇൻ. മധുപാൽ സർ ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഒരു സീനിയർ ആളുടെ കൂടെ ഞാൻ ചെയ്യുന്നത് മധുപാൽ സാറിൻ്റെ കൂടെയായിരുന്നു. അപ്പോൾ ഞാൻ കുഞ്ഞിതിലെ ഗുരു, അങ്ങനെ രാവണപ്രഭു ആറാം തമ്പുരാൻ, അങ്ങനെ കുറേ മൂവീസിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് അടുത്ത് ചെന്ന് കഴിയുമ്പോൾ ആദ്യം കുറച്ച് സീരിയസ് ആയിട്ടൊക്കെ എൻ്റെ അടുത്ത് ഇരുന്നായിരുന്നു. പക്ഷേ സംസാരിച്ച് വന്നപ്പോൾ ഭയങ്കര കോമഡി ആയിട്ടൊക്കെ ഓരോന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഭയങ്കര കംഫർട്ടാക്കിയായിരുന്നു. പിന്നെ എൻ്റെ ഫസ്റ്റ് മൂവി 18 Hours ആയിരുന്നു. ആ ക്രൂവിൻ്റെ കൂടെ തന്നെയായിരുന്നു ഞാൻ ഇൻ ചെയ്തത്. പിന്നെ ദീപ്തി ചേച്ചി ഉണ്ടായിരുന്നു. ആ ഫസ്റ്റ് മൂവി തന്നെ എല്ലാവരും ഒരു ഫാമിലി പോലെയായിരുന്നു. സോ ഈ മൂവിയിലേക്ക് വന്നപ്പോഴും എൻ്റെ ഒരു ഫാമിലിയിലേക്ക് പോകുന്ന പോലെയായിരുന്നു.
പിന്നെ ഈ പറഞ്ഞ പോലെ മധുവൽ സാർ എല്ലാവരും, പിന്നെ എൻ്റെ ബർത്ത്ഡേ ഒക്കെ അവിടെ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ബർത്ത്ഡേക്കൊക്കെ വന്നു, എല്ലാവരും ഒരുമിച്ചായിരുന്നു. അങ്ങനെ എല്ലാവരും ഭയങ്കര കൂളായി. മൂവി സെറ്റിൽ അപ്പോൾ ഒരു ബർത്ത്ഡേ ആഘോഷവും. യെസ്, എൻ്റെ രണ്ട് ഇയറിലെ ബർത്ത്ഡേ അടുപ്പിച്ച് മൂവി സെറ്റിലായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞു ഭയങ്കര ലക്കിയാണ്, മൂവി സെറ്റിൽ ലൊക്കേഷനിൽ വെച്ച് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റി. ഫസ്റ്റ് 18 hours കഴിഞ്ഞ് നെക്സ്റ്റ് ഇയർ തന്നെ ഇന്നിനും എൻ്റെ ബർത്ത്ഡേ അവരുടെ കൂടെ. അത് ഞാൻ പറഞ്ഞു, എല്ലാവരും ഒരു ഫാമിലി പോലെയായിരുന്നു ആ സെറ്റ്. അങ്ങനെ ഞാൻ ഭയങ്കര കംഫർട്ട് അവരുടെ കൂടെ വർക്ക് ചെയ്യാനായിട്ട്. കീർത്തനയ്ക്ക് ഇനി ഫ്യൂച്ചറിൽ ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിൻ്റെ കൂടെ ഇങ്ങനെ ആക്ട് ചെയ്യണമെന്ന്, അല്ലെങ്കിൽ ഒരു ലീഡ് റോള്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡ്രീം ക്യാരക്ടർ ഉണ്ടാവില്ലേ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഡ്രീം ക്യാരക്ടർ ഇല്ല, എനിക്ക് എല്ലാ ക്യാരക്ടറും ചെയ്യണം എന്നുണ്ടായിരുന്നു. ഒരു ക്യാരക്ടറിൽ തന്നെ നിൽക്കല്ല, സ്റ്റിക്കോണോ ആവല്ലെന്ന് ഉണ്ട്. ഇപ്പം ഞാൻ ചെയ്തതായാലും ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ആയിരുന്നു. പിന്നെ മമ്മൂക്കയുടെ കൂടെ ഞാൻ അഭിനയിച്ചു, ഇനി അതിലും വലുത് ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല, അത് തന്നെ വലിയ കാര്യമാണ്. ക്യാരക്ടേഴ്സ് എനിക്ക് ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ ഇഷ്ടമാണല്ലേ ക്യാരക്ടേഴ്സിൽ? ഓക്കെ. റാണി ചിത്ര മാർത്താണ്ഡ എന്ന് പറഞ്ഞ മൂവിയിലായിരുന്നു ത്രൂ ഔട്ട് ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിലെ ലീഡ് ഹീറോയിൻ ആയിരുന്നു. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ത്രൂ ഔട്ട് ഒരു മൂവിയിൽ, അതും ലീഡ് ക്യാരക്ടർ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം അതിന് മുന്നേയൊക്കെ ചെയ്തേക്കുന്നത് ചെറിയ ക്യാരക്ടേഴ്സ് ആയിരുന്നു. അപ്പോൾ ത്രൂ ഔട്ട് വരുമ്പോൾ പടം ഫുൾ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കതിൽ കീർത്തന ആവരുത്, ലിഷ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ആവണം എന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഏതൊക്കെയോ പോയിന്റ്സിൽ അത് കീർത്തന ആവുന്നുണ്ടോ എന്ന് ഡൗട്ട് ഉണ്ടായി. അപ്പോൾ ഞാൻ ഡയറക്ടർ പിങ്കുച്ചേട്ടൻ്റെ അടുത്ത് ചോദിക്കും. പക്ഷേ പിങ്കുച്ചേട്ടൻ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആ ക്യാരക്ടറിൻ്റെ മാനറിസ് ആയാലും ചെറിയ ചെറിയ പോയിന്റ്സ് വരെ എനിക്ക് പിങ്കുച്ചേട്ടൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കൂടെ ജോസൂട്ടി, വൈശാഖ്, അവരെല്ലാവരും ആയാലും ചില ഡയലോഗ്സൊക്കെ മറന്നുപോയാൽ അത് എനിക്ക് പഠിപ്പിച്ചു തരും. എല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് ചെയ്തതായിരുന്നു. സിനിമയിലേക്ക് ഞാൻ വന്നത് അബു വളയംകുളം എന്ന് പറഞ്ഞിട്ടൊരു കാസ്റ്റിംഗ് ഡയറക്ടർ ഉണ്ട്. അപ്പോൾ അബുക്കാണ് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പിങ്കുച്ചേൻ്റെ കാര്യം പറഞ്ഞു. അങ്ങനെ ഞാൻ പിങ്കുച്ചേനെ മീറ്റ് ചെയ്തു. സ്പോട്ടിൽ തന്നെ എനിക്കൊരു സീൻ ചെയ്യാൻ വേണ്ടി തന്നു. അത് ചെയ്തു, അവർ ഓക്കെ ആയിരുന്നു. പിന്നെ ജോസൂട്ടിയുടെ കൂടെ ഞാൻ ജസ്റ്റ് നോക്കി ഞങ്ങൾ മാച്ച് ആണോ എന്നല്ല, അങ്ങനെ പെട്ടെന്ന് വന്ന വർക്കായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ പിങ്കുച്ചേട്ടൻ ഓരോ പോയിൻറ്സും, ചെറിയ ചെറിയ പോയിൻറ്സ് ആയാലും എനിക്കത് എങ്ങനെയാണ് കീർത്തനയിൽ നിന്ന് മാറി ലിഷയിലേക്ക് ആവുക, അതെല്ലാം പറഞ്ഞ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്കൊന്ന് ക്രൂ ഫുൾ എൻ്റെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ലീഡ് ചെയ്യുന്നതിൻ്റെ ഒരു ടെൻഷനും, ബട്ട് ക്രൂ ഫുൾ എന്നെ ഓക്കെ ആക്കി. കീർത്തനയും ലിഷയും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്യാരക്ടർ തമ്മിലുള്ള ഡിഫറൻസ് അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്കൊന്ന് ലിഷ സ്വന്തമായിട്ട് ഏൺ ചെയ്യുക, ഇപ്പോൾ പാരൻസിൻ്റെ ക്യാഷൊന്നും ഒരുപാട് എടുക്കാതെ സ്വന്തമായിട്ട് ഏൺ ചെയ്ത് പുറത്തേക്ക് പോവുക, അങ്ങനത്തെ ഒരു കുറച്ച് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. എൻ്റെ കീർത്തനയുടെ ലൈഫിൽ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് ഇൻഡിപെൻഡൻ്റായി നിൽക്കാനൊക്കെ. പക്ഷേ അത് എത്രത്തോളം വരുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ആക്ച്വലി ഞാൻ ഇങ്ങനെ മടി പിടിച്ചിട്ടിരിക്കും, ബട്ട് ലിഷ അങ്ങനെയല്ല. അതായിരിക്കും ഏറ്റവും വലിയ ഡിഫറൻസ്. പേരില്ലൂർ പ്രീമിയർ ലീഗ് ഫസ്റ്റ് ടൈം ആയിരിക്കും അല്ലേ അത്രയും സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റിൻ്റെ കൂടെ ഫിലിം ചെയ്തിട്ടുണ്ട്, വെബ് സീരീസ് ചെയ്യുന്നത്. അപ്പോൾ ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ്? പേരില്ലൂർ ഭയങ്കര ഫണ്ണായിട്ടുള്ളൊരു ലൊക്കേഷനായിരുന്നു. ഇപ്പോൾ ഞാൻ സൂപ്പർ ശരണ്യയിൽ വർക്ക് ചെയ്തു വരും, പിന്നെ ക്രിസ്റ്റഫർ, നെയ്മർ, ഈ ക്രൂവിലുള്ള ആരൊക്കെയോ കുറേ പേര് അതിലുണ്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാവരും ഞാൻ അവിടെ നിന്ന് കണ്ടു. അപ്പോൾ എനിക്ക് ഓൾറെഡി അറിയാം ഇവരെയൊക്കെ. പിന്നെ വിജയരാഘവൻ സാറ്, നിഖില ചേച്ചി, സണ്ണി ചേട്ടൻ, എല്ലാവരുടെയും കൂടെ കുറച്ച് എൻ്റെ ക്യാരക്ടർ ചെറുതാണ്, പക്ഷേ ഭയങ്കര ഫണ്ണായിട്ട് അങ്ങനത്തെ ഒരു ലൊക്കേഷൻ അങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്ത് അങ്ങനെ നല്ല രസമായിരുന്നു. ഭയങ്കര ചിൽ വർക്കായിരുന്നു പേരില്ലൂർ. ആക്ടിങ് എന്നതിനപ്പുറത്തേക്ക് കീർത്തന ഒരു ക്ലാസിക്കൽ ഡാൻസർ കൂടെയാണ്. അപ്പോൾ ഈ രണ്ട് ലൈഫും എങ്ങനെയാണ് കീർത്തനയെ സംബന്ധിച്ച് ഏതിനാണ് കൂടുതൽ പ്രയോറിറ്റി? അങ്ങനെ ചോദിച്ചാൽ ഞാൻ രണ്ടും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ സിനിമ ചെയ്യുന്ന സമയത്ത് സിനിമ, അല്ലാത്തപ്പോൾ സിനിമ കഴിഞ്ഞാൽ ഞാൻ നേരെ ഡാൻസ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ രണ്ടും ഞാൻ ഒരുപോലെ കൊണ്ടുപോകാൻ നോക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു 21 yearsആയി ഡാൻസ് പഠിക്കുന്നു. ഞാൻ കലാമണ്ഡലം വസന്ത് എൻ്റെ ടീച്ചർ. പിന്നെ ഞാനിപ്പോൾ കുച്ചിപ്പുടി അനുപമ മോഹൻ ടീച്ചറിൻ്റെ അടുത്തും പഠിക്കുന്നുണ്ട്. പിന്നെ കോട്ടയത്ത് ഞാനൊരു ക്ലാസ്സിൽ പോകുന്നുണ്ട്, സുദർശൻ മാഷിൻ്റെ അടുത്ത്. അത് വേറെ ഭരതനാട്യം പഠിക്കാൻ. അങ്ങനെ ഇപ്പോഴും ഞാൻ അതുപോലെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. ഡാൻസ് ഒരിക്കലും ഞാൻ വിട്ട് കളയത്തില്ല.
ഓക്കെ. ഡാൻസ് പരമായിട്ട് മുന്നോട്ട് ഇനിയും പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണോ? അതെ അതെ, ഞാനിപ്പോൾ സിനിമയും ഡാൻസും ഒരുപോലെ കൊണ്ടുപോകുന്നുണ്ട്. ഒരു ഗ്യാപ്പിന് ശേഷമായിരുന്നു ക്രേസി കപ്പിൾ എന്ന് പറഞ്ഞിട്ട് ഒരു സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു ഗ്യാപ്പ്? ആ ആക്ടിങ്ങിനെ ബാധിച്ചോ, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു പിന്നീടുള്ള ഒരു എക്സ്പീരിയൻസ്? ഇല്ല, ഞാൻ സിനിമ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ യൂട്യൂബ് സീരീസിനായിരുന്നു ഒരു ഗ്യാപ്പ് വന്നത്. ഞാനൊരു 2-3 ഇയേഴ്സ് എന്തോ കഴിഞ്ഞിട്ടായിരുന്നു ക്രേസി കപ്പിൾ ചെയ്യുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് സീസണായിരുന്നു ജസ്റ്റ് മാരി തിങ്സ് എന്ന് പറഞ്ഞിട്ട്. ദെൻ അതും ഒരു ഗ്യാപ്പിന് ശേഷം ഇപ്പോൾ ക്രേസി കപ്പിളായി. അത് ലൊക്കേഷനൊക്കെ ചില്ലായിരുന്നു. എല്ലാവരും, ജീവച്ചേട്ടനായാലും ശ്രീവിദ്യ ചേച്ചിയൊക്കെ ആയാലും ഭയങ്കര ഫണ്ണായിരുന്നു. പിന്നെ അവിടെ ഷൂട്ട് ചെയ്യാനോ അങ്ങനത്തെ ഒരു മൂഡൊന്നും ആയിരുന്നില്ല. ഒരു ട്രിപ്പ് പോയൊരു ഫീലായിരുന്നു. പിന്നെ ക്രൂ എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. പിന്നെ അവിടുത്തെ സീരീസ് കണ്ടാൽ അറിയാം അവിടുത്തെ ഒരു ക്ലൈമറ്റൊക്കെ. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ആകുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര റിലീഫാണ്. എല്ലാവരും ഭയങ്കര ഫൺ, ഒരു ടൂർ പോയ പോലെ ഫുൾ എൻജോയ് ചെയ്യുക. പക്ഷേ എല്ലാവരും എനിക്ക് തോന്നുന്നു ഈ ക്രേസി കപ്പിൾ ആ സീസണിലാണ് എല്ലാവരും ഭയങ്കര കമ്പനി ആയത്. ഒരു ഫാമിലി പോലെയൊക്കെ രാവിലെ വരിക, ഒരുമിച്ച് ഫുഡ് കഴിക്കുക, ഷൂട്ട് ചെയ്യണം, ഓക്കെ ഷൂട്ട് ചെയ്യാം, അങ്ങനെ ഭയങ്കര ചിൽ ആയിട്ട് ചെയ്ത വർക്കായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ സീരീസ് ചെയ്തതിലൊക്കെ ഫസ്റ്റ് സീസണിനേക്കാളും ബെസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തത് ഈ ക്രേസി കപ്പിൾ ആ സീസണായിരുന്നു. ഫിലിം ചെയ്തിട്ടുണ്ട്, സീരീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും ഒരേ ഒരു മീഡിയ എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ രണ്ട് ഫീൽഡാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു അതിനെ ഒരു 2 രീതിയിൽ പറയാൻ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും കീർത്തന അതിനെ പറയുന്നത്? സിനിമ കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടല്ലോ സീരീസിനേക്കാളും. പിന്നെ ഞാൻ സീരീസ് ചെയ്തിട്ടുള്ളതെല്ലാം ഭയങ്കര എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ വള്ളി ആയാലും ചായ് ടോക്സ് ആയാലും ഞാൻ അവരുടെ കൂടെ വർക്ക് ചെയ്യണ്ടായി. പോപ്കോൺ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ടായി. അപ്പോൾ ഇത് ഡെവലപ്പ് ചെയ്യുമ്പോഴും ഞാൻ ഫസ്റ്റ് തൊട്ടുണ്ട്. അപ്പോൾ എനിക്ക് നമ്മുടെ സ്വന്തം ക്രൂ, ഞാൻ അവിടെ ഓഫീസിൽ പോകുന്നു, ഷൂട്ടിന് കുറേ നാൾ മുന്നേ തൊട്ട് ഞാൻ അവിടെ ഉണ്ട്. അപ്പോൾ ആ ഒരു കംഫർട്ടിൽ നിന്ന് ചെയ്യുന്നതാണ്. സിനിമ അങ്ങനെയല്ലല്ലോ, ഒരു ടീം വർക്കാണ്, ഒരു വലിയൊരു ക്രൂ. അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ആ ഒരു ഡിഫറൻസാണ് എനിക്ക് രണ്ടും മനസ്സിലായിട്ടുള്ളത്. പക്ഷേ ആക്ടിങ് വൈസ് വരുമ്പോൾ ഞാൻ രണ്ടും ചെയ്യുന്നത് സെയിമാണ്. അങ്ങനെ സിനിമ സീരീസ് ആ ഒരു ഡിഫറൻസ് ഒന്നും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം രണ്ടും നമ്മൾ ഒരുപോലെ അഭിനയിക്കുക, ക്യാരക്ടർ എന്താണോ അത് അതുപോലെ കൊടുക്കുക എന്നുള്ളതാണല്ലോ. ഓക്കെ. അപ്പോൾ കീർത്തനയുടെ ഇനി റിലീസ് ആവാനുള്ള വർക്കുകൾ എന്തൊക്കെയാണ്? സീരീസ് ആണെങ്കിലും ഫിലിം ആണെങ്കിലും ഒക്കെ ഇനി എന്തൊക്കെയാണ്? ഇനി റിലീസ് ആവാനുള്ളത് ബ്ലൈൻഡ് ഫോൾഡ് എന്ന് പറഞ്ഞിട്ടൊരു വർക്ക്. അത് പുഴു ഉണ്ടയൊക്കെ ചെയ്ത് ഹർഷാദിക്കൻ്റെ വർക്കാണ്. അത് സോണിയിലാണ് സീരീസ് റിലീസ് ആവുന്നത്. മേ ബി ദിസ് ഇയർ ഉണ്ടാവും. ഇപ്പോൾ ആ വർക്കുള്ളൂ ഇനി റിലീസിനുള്ളത്. 2021 തൊട്ട് 2024 വരെയാണ് കീർത്തനയുടെ ഒരു മീഡിയയിൽ വന്നിട്ടുള്ള ഒരു ഗ്രാഫ് പറയുകയാണെങ്കിൽ. അന്നോട്ടാണല്ലോ വന്നു തുടങ്ങിയത്. അപ്പോൾ സീരീസിലാണെങ്കിലും സിനിമയിലാണെങ്കിലും ചലഞ്ചിങ് ആയിട്ട് ഇതുവരെ ചെയ്തതിൽ തോന്നിയിട്ടുള്ള റോൾ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതായിരിക്കും കീർത്തന പറയുക? സിനിമയിൽ ഓഫ് കോഴ്സ് റാണി ചിത്രമാർത്താണ്ട. അതിൽ ലിഷ എന്ന് പറഞ്ഞ ക്യാരക്ടറായിരുന്നു എനിക്ക് ചലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ മുന്നേ പറഞ്ഞ പോലെ ആ ഒരു ക്യാരക്ടർ ഉൾക്കൊള്ളാനായാലും അത് കുറേ ടൈം എടുത്ത് കീർത്തനയിൽ നിന്ന് എനിക്ക് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണമെന്നുണ്ടായി. എല്ലാ ക്യാരക്ടറും ഒരുപോലെ വരരുത് എന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ പോലെ ഡയറക്ടർ പിങ്കുചേട്ടൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഓരോ മാനേഴ്സ് ആയാലും ബിഹേവിയർ ആയാലും. ആക്ച്വലി അതിലൊരു ടെൻഷനുള്ളൊരു ക്യാരക്ടറാണ്. കാരണം ഈ സ്ട്രഗിൾ ചെയ്യുക, ഒന്ന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളുടെ മാനറിസം കൂളായിട്ട് നടക്കുന്ന ഒരാളെ പോലെയല്ല. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഒക്കെ പറഞ്ഞു തന്നു. പിന്നെ ആലപ്പുഴ അവിടെ വെച്ചിട്ടായിരുന്നു ഷൂട്ട്. അപ്പോൾ അവിടെ ഈ വള്ളം തുഴയാനും, കാരണം കുഞ്ഞിതിലേ അവിടെ നിന്നുള്ളൊരു ജനിച്ചു വളർന്നൊരു ക്യാരക്ടറാണ്. അപ്പോൾ അവിടെ ഈ വള്ളം തുഴയാൻ കുറേ പഠിച്ചു. പിന്നെ ഒരു ആലപ്പുഴ താമസിക്കുന്ന ഒരാളുടെ ക്യാരക്ടറും നമ്മൾ ഒരു വേറെ സ്ഥലത്ത് താമസിക്കുന്ന ഒരാളുടെ ക്യാരക്ടറും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ശരിക്കും പഠിച്ച ചിലതൊക്കെ ഈ വള്ളം തുഴയാനൊക്കെ ചിലപ്പോൾ സ്പോട്ടിലാണ് പഠിച്ചത്. പിന്നെ അവിടുത്തെ നാട്ടുകാർ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു ചലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ സീരീസിലേക്ക് വരുവാണെങ്കിൽ ഇപ്പോൾ ആവറേജ് അമ്പിളി, അത് ഞാൻ കരിക്കിൽ ചെയ്ത് വെക്കുമായിരുന്നു. ആവറേജ് അമ്പിളിയിലായാലും ഒരു അമ്പിളിയുടെ സിസ്റ്ററായിട്ടായിരുന്നു ഞാൻ ചെയ്തത്.
പിന്നെ അച്ഛൻ്റെ പെറ്റ്. അപ്പോൾ അതിൻ്റെയൊക്കെ അതും എനിക്ക് ചലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു. നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ടീമാണ് കരിക്ക്. അപ്പോൾ അവരുടെ കൂടെ വർക്ക് കിട്ടുക എന്ന് പറയുമ്പം സാധാരണ കാണുമ്പോഴത്തേക്കും ഭയങ്കര അതൊരു വലിയ അച്ചീവ്മെൻ്റ് ആയിട്ട് തന്നെ വേണമെങ്കിൽ പറയാമല്ലോ. അപ്പോൾ എങ്ങനെയായിരുന്നു കരിക്ക് ടീമിൻ്റെ കൂടെ ഉള്ളൊരു വർക്ക്? ഞാനും എൻ്റെ അടുത്ത് ഈ വർക്ക് ആദിച്ചേട്ടൻ ഡയറക്ടർ പറയുമ്പോഴും കരിക്കില ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കരിക്കിൻ്റെ കൂടെ വേറൊരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡിസംബർ ഗേൾ എന്ന് പറഞ്ഞിട്ട്. ആ വർക്ക് ചെയ്യുമ്പോഴായാലും കരിക്കിലാണ് ഇത് റിലീസെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ആവറേജ് അമ്പിളിയുടെ സ്ക്രിപ്റ്റ് കേട്ടതും എനിക്കിഷ്ടമായി. പിന്നെയാണ് ഇത് കരിക്കിലാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഈ കരിക്കിൻ്റെ ഒരു ഓഡിയൻസിൽ പെട്ട ഒരാളാണ് ഞാനും. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കരിക്കിൽ വർക്ക് ചെയ്യാൻ. പിന്നെ ചായ് ടോക്സും വള്ളിയും കഴിഞ്ഞിട്ട് ചെയ്യുന്ന സീരീസ് ആയിരുന്നു ആവറേജ് അമ്പിളി. അതിൽ വലിയ ആർട്ടിസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, അവരുടെ കൂടെ വർക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു പിന്നെയുള്ള ചാലഞ്ചിങ്. പിന്നെ അർഷ 18-ാം വെടിയൊക്കെ ചെയ്ത്. അപ്പം എല്ലാവർക്കും ആ ക്യാരക്ടറിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഡിഫറൻസ് ആയാലും ഇതെല്ലാം ഞാൻ ഇങ്ങനെ പഠിച്ചിട്ടാണ് പിന്നെ വന്നത്. അവിടെ തൊട്ടേ ഷിൻസേട്ടൻ നല്ലൊരു ആർട്ടിസ്റ്റാണ്, കുറേ മൂവീസ് ചെയ്തിട്ടുണ്ട്. ഷിൻസേട്ടനായാലും എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടർ എന്താണ്, എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതെല്ലാം. പിന്നെ ഡിസംബർ ഗേൾ ആയാലും അത് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു എനിക്ക്. ഡിസംബർ ഗേൾ ചെയ്ത് ഷൂട്ടൊക്കെ കഴിഞ്ഞാൽ ക്രൂ ഫുൾ ഇങ്ങനെ വീഡിയോ കോൾ ചെയ്തിട്ടാണ് സർപ്രൈസ് ആയിട്ട് എന്നോട് പറയുന്നത് കരിക്കിലാണ് റിലീസ് എന്നൊക്കെ. അതൊക്കെ ഒരു എന്താ പറയുക, ഭയങ്കര ഹാപ്പി മൊമെൻറ്റ്സ് ആയിരുന്നു. ഓക്കെ, സീരീസുകളിൽ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസ് ഒക്കെ സിനിമയിൽ എവിടെയെങ്കിലും ആപ്ലിക്കബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ക്യാമറ ആയിട്ട് ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് വള്ളിയായിരുന്നു. അപ്പോൾ ഒരു ക്യാരക്ടർ എങ്ങനെയാണ് അത് കൊണ്ടുപോകുന്നുണ്ട്, പിന്നെ ആ ക്യാമറ വെക്കുമ്പോൾ അത് എങ്ങനെയൊക്കെ അവിടെ നിന്ന് പെർഫോം ചെയ്യണം, അതെല്ലാം ഞാൻ പഠിച്ചു വന്നത് വള്ളി, ചായ് ടോക്സ്. പിന്നെ അത് കഴിഞ്ഞ് സിനിമയിലേക്ക് വരുമ്പോൾ കുറച്ച് എനിക്ക് അറിയായിരുന്നു. പിന്നെ അതൊരു സിനിമ എന്നുള്ളൊരു ഇതിലും ഫസ്റ്റ് പഠിച്ചത് 18 Hours നിന്നായിരുന്നു. പിന്നെ ഞാനത് എല്ലാം ഒന്നീന്നേ ഫസ്റ്റ് വർക്ക് ചെയ്യുന്നേ പഠിച്ച് ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ ഒരു VM വിനു സാറിൻ്റെ കൂടെ ഒരു ആഡ് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ സാറ് പഴയ ഡയറക്ടറാണ്. അപ്പോൾ പഴയ പടമൊക്കെ എങ്ങനെയാണ് എടുക്കുന്നത്, അത് ഇത്രയും നാൾ ഞാൻ വർക്ക് ചെയ്തതുപോലെയല്ല സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തത്. സാറ് വയ്ക്കുന്ന ഓരോ ഷോട്ടും ഡിഫറെൻറ്റാണ്. അപ്പോൾ ഞാൻ ഇത്രയും നാളും വർക്ക് ചെയ്ത പോലെ ഓക്കെ, അപ്പോൾ ഞാൻ അടുത്ത ഷോട്ട് ഇതായിരിക്കും എന്നൊക്കെ വിചാരിച്ച് വരുമ്പോൾ അതങ്ങനെയല്ല, കുറച്ചെടുക്കുക, കട്ട്. സാറിന് വ്യക്തമായിട്ട് അറിയാം അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണല്ലോ. അപ്പോൾ ഞാൻ എല്ലാം പഠിച്ച് വരുന്നതാണ്. നമുക്കിനി ഒരു റാപ്പിഡ് ഫയർ ആയാലോ? ഓക്കെ, വാവ്. ഒന്നുമില്ല, കീർത്തന അഭിനയിച്ച കുറച്ച് ഫിലിംസ് ഞാൻ പറയും, അതിൽ നിന്ന് ഏറ്റവും സന്തോഷം ഉണ്ടാക്കിയ കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, പെട്ടെന്ന് പറയണം, ഒറ്റ വാക്കിൽ ഉത്തരം പറയണം, അതാണ് നമ്മുടെ ടാസ്ക്. ഒറ്റ വാക്കി പറയണല്ലേ? ഓക്കെ, ട്രൈ ചെയ്യാം. ഓക്കെ, റാണി ചിത്രമാർത്താണ്ട. കാവാലം. ക്രിസ്റ്റഫർ. മമ്മൂക്ക. നെയ്മർ ഡോഗ്. ഓക്കെ, സൂപ്പർ ഷെർണി. ഫ്രണ്ട്സ്. 18 Hours. ഫാമിലി മോഡായിരുന്നു അവിടെ. ഒറ്റ വാക്കിൽ ഉത്തരം. ഫാമിലി. ഇൻ ഓൾസോ ആൻഡ് ഫുഡ്. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം നമ്മളോട് ഇരുന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് താങ്ക് യു. ഹാപ്പി ഓണം കീർത്തന. നമ്മുടെ പ്രേക്ഷകരോടും കൂടി ഒന്ന് പറയാമോ? എല്ലാവർക്കും ഹാപ്പി ഓണം.